ഗർഭിണികൾ നടത്തുന്ന OGTT ടെസ്റ്റ്, ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്, ഗ്ലൂക്കോസ് കുടിച്ചുകൊണ്ടുള്ള ടെസ്റ്റ് എന്ന് പറയുന്ന ഈ ടെസ്റ്റിനെ സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ ടെസ്റ്റിന് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം. ഒന്ന്, ഗ്ലൂക്കോസ് ടെസ്റ്റിന്റെ 3 ദിവസം മുമ്പ് മുതൽ തന്നെ നിങ്ങളുടെ ഭക്ഷണങ്ങൾ ഷുഗർ കൺട്രോൾഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. 2, ഗ്ലൂക്കോസ് കുടിക്കുന്നതിന്റെ 8 മണിക്കൂർ മുതൽ 12 മണിക്കൂർ മുമ്പ് വരെ മറ്റു ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ല. ഫാസ്റ്റിംഗ് സ്റ്റേജിൽ ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. വെള്ളം മാത്രം കുടിക്കാവുന്നതാണ്. 3, 75 ഗ്രാം ഷുഗർ ആണ് നിങ്ങളോട് കുടിക്കാൻ പറഞ്ഞത് എന്നുണ്ടെങ്കിൽ അത് 1 ഗ്ലാസ്സിലോ അല്ലെങ്കിൽ 1.5 ഗ്ലാസ്സിലോ വെള്ളത്തിൽ കലക്കിയിട്ട് വേണം കുടിക്കാൻ. ഇത് കുടിച്ച് 2 മണിക്കൂർ ആകുമ്പോഴേക്കും ലാബിൽ എത്തിയിട്ട് ചെക്ക് ചെയ്യേണ്ടതാണ്. 4മതായിട്ട് ഭക്ഷണത്തിന്റെ കാര്യമാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പാടുണ്ടോ ഇല്ല എന്നുള്ളതായിരിക്കാം. ഏറ്റവും നല്ലത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുന്നതാണ്. അതല്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അത്യാവശ്യമാണ് നിങ്ങൾക്ക് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷുഗർ കുറവുള്ള ഭക്ഷണങ്ങൾ കഴിക്കാവുന്നതാണ്. ഇനി ഈ ടെസ്റ്റുകൾ ആർക്കൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത്? 1, ഓൾറെഡി ഡയബറ്റിക് ഡയഗ്നോസ് ചെയ്ത വ്യക്തി, അവർക്ക് ഷുഗർ ഓൾറെഡി ഉണ്ടെങ്കിൽ അവരത് ഉപയോഗിക്കാൻ പാടില്ല. 2, ഗ്ലൂക്കോസിന്റെ പൗഡർ കാര്യങ്ങൾ അവർക്ക് ഓൾറെഡി മുന്നേ എപ്പോഴെങ്കിലും അലർജി ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ പാടില്ല. 3, അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ, ഇൻഫെക്ഷൻ, പനി, ജലദോഷം പോലത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവർക്കും ഇത് ഉപയോഗിക്കാൻ പാടില്ല. കാരണം ചെയ്തു കഴിഞ്ഞാൽ അസുഖം മാറാൻ ഒരുപാട് സമയമെടുക്കും. 4, ദഹന സംബന്ധമായിട്ടുള്ള കോൺസ്റ്റിപ്പേഷനമോ അല്ലെങ്കിൽ ഡയറിയ പോലത്തെ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരും ഇത് ഉപയോഗിക്കാൻ പാടില്ല. ബാക്കിയുള്ള എല്ലാവരും ഇത് ഉപയോഗിക്കാവുന്നതാണ്.